രാഹുല് ടോസ് ഇട്ടു. അടുത്തേക്ക് കൊണ്ടിടാം. ഇന്ത്യക്ക് ടോസ്. നമുക്കാ? എടാ നമ്മള് ടോസ് ജയിച്ചടാ. അല്ല ഇനി എന്താ വേണ്ടേ നമ്മള്? എടാ ബാറ്റാണോ ബോളാണോ വേണ്ടെന്ന് പറ. അത് സാധാരണ ഇവരല്ലേ പറഞ്ഞുതരും. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്ത് പറയാനാ? എടാ ആ കടലാസിലുണ്ടാവും. കടലാസിലൊന്നും ഇല്ല, കടലാസിൽ ഒലിക്കാനുള്ളത്. എടാ നീ ടോസ് ഇട്ടേ ബാറ്റായിന് കൊടുക്കുക ബോളാന്ന് കൊടുക്കുക? നമ്മള് ബാറ്റിംഗ് എടുക്കുക. എന്നെ ഇങ്ങനെ മണ്ടനാക്കാൻ നോക്കണ്ട. നമുക്ക് ബോളിംഗ് മതി അമ്പയറെ. പിന്നെ നിനക്കൊരു സ്വീകരണം ഉണ്ടാവും കേട്ടാ. എന്തിനാണ് മോനെ, പരമ്പര ജയിച്ചേനാണോ? അല്ല, ടോസ് ജയിച്ചേന്. എടാ ഫസ്റ്റത്തെ 3 ഓവറിൽ 2 മേഡിന് 1 വിക്കറ്റ് കണ്ണില്ല നമ്മള്. ഇനി നീയാ? ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാവുന്നല്ലേ, നമുക്ക് നോക്കാം. മോനെ രാഹുൽ ഇവരെ അടിച്ചു പൊട്ടിക്കുന്നല്ലേ, ഇനി ചെയ്യാ നമ്മള്? ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാവുന്നല്ലേ കുറച്ചു മുന്നേ അവര് പറയുന്നുണ്ട് രോഹിത് ഭായി. നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാനും ഉണ്ട്. രോഹിത് ഭായ് റിവ്യൂ റിവ്യൂ റിവ്യൂ. ഉറപ്പാ ഔട്ടാ ഔട്ടാ. രോഹിത് ഭായ് ഇതെങ്ക് റിവ്യൂ. ചിക്കു ഭായ് നിങ്ങളെങ്ക ഒന്ന് പറയാപ്പാ. ഔട്ട് ഔട്ട് ഔട്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ ഗംഭീറിന്റെ കോച്ചിങ് പവർ. എന്റെ സെലക്ഷനും പിന്നെ വേറെ സെലക്ഷനും മോനെ. എല്ലാരും ഗ്യാപ്പ് കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നമ്മൾ ഇനിയും കമ്മിറ്റ്മെന്റ് തെളിയിക്കേണ്ടി വരുമോ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിട്ട്? വേണ്ടതുണ്ടാ. നീ ഇന്ന് വളരെ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. നീ കേട്ടു? ഇതൊക്കെ എന്ത് ഇവിടെ കായമാടാ. ഞാൻ സെഞ്ചുറി അടിച്ച ദിവസം എനിക്ക് ഒന്നും കളിക്കാൻ കഴിയില്ല അല്ലേ? 2020 ഞാൻ സെഞ്ചുറി അടിച്ചിരുന്നു. ഞാൻ കളിപ്പിച്ചേ. 2 കാര്യങ്ങളാണ് നിനക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന്, ഇനി മേലെ നിന്റെ കോച്ചിനോട് എന്റെ ടീമിനെ പറ്റി വായി തുറക്കരുതെന്ന് പറയണോ. 2, എടാ നിനക്കൊരു 50 റണ്ണും കൂടി എടുത്തുവിടേനോ, എനിക്ക് ഹാട്രിക് സെഞ്ചുറി അടിച്ചുവിടേനോ. പോട്ടെ. സെഞ്ചുറി അടിച്ചോണ്ട് ഫാൻസ് വിളിക്കുന്ന. ഹലോ, നിന്നോട് ആരാടാ സെഞ്ചുറി അടിക്കാൻ പറഞ്ഞ? കോഹ്ലിയാടാ സെഞ്ചുറി അടിക്കണ്ടേ? അല്ലെ കോഹ്ലി ബൈക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. ഔട്ടായി പോയാ പോരേനോടാ. ഇത്തിരി നാള് വേഗം ഔട്ടായി ആയിരിക്കും കുഴപ്പമില്ല. ഇപ്പൊ സെഞ്ചുറി അടിച്ചാ ഊറ്റോ?